ജൂലൈ 16, 2024 പൻവേൽ മഹാരാഷ്ട്ര NH66 എന്ന ദേശീയപാത വെസ്റ്റേൺ ഘാട്സിന്റെ താഴ്വരയിൽ കൂടി പോകുന്ന ഒരു റോഡ്. അതിന് മറുവശമായി വെസ്റ്റേൺ ഘാട്ടിൽ നിന്ന് ഉത്ഭവിച്ച് ഏകദേശം 152 കിലോമീറ്റർ മാത്രം ഒഴുകി തൊട്ടടുത്ത കടലിലേക്ക് പതിക്കുന്ന ഗംഗാവാലി എന്ന നദി. ഈ ഒരു പാതയിലെ അശാസ്ത്രീയമായ നിർമ്മാണം കാരണവും അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭം കാരണവും ദീർഘദൂര യാത്രക്കാർക്ക് ഏറ്റവും വലിയ സഹായമായി നിന്നിരുന്ന ഒരു കടയും ആ ഒരു കട നടത്തുന്ന കുടുംബവും അവിടെ ഉണ്ടായ വലിയൊരു ലാൻഡ് സ്ലൈഡിൽ ഈ ഒരു ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ആ ഒരു ലാൻഡ് സ്ലൈഡിൽ നിരവധിയായിട്ടുള്ള ആൾക്കാർ പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നിരവധിയായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ആൾക്കാരും ഈ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ട്. ഈ ഒരു സംഭവം നടക്കുന്നത് 16-ാം തീയതിയാണ്. പക്ഷേ ഈ വാർത്ത നമ്മുടെ മലയാള മാധ്യമങ്ങളിലേക്ക് എത്തുന്നത് ഏകദേശം 19-ാം തീയതിയോടുകൂടിയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഒരു ലാൻഡ് സ്ലൈഡിൽ ഒരു മലയാളിയും അകപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു വാർത്ത വളരെ പെട്ടെന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളെല്ലാം ഏറ്റെടുത്തത്. അതോടുകൂടി കേരളത്തിൽ നിന്നും കർണാടകത്തിന് മുകളിലേക്കുള്ള പൊളിറ്റിക്കൽ പ്രഷറും അതോടൊപ്പം തന്നെ മീഡിയ പ്രഷറും വളരെയധികം കൂടുകയും ചെയ്തു. അതിന്റെ ഭാഗമായി വളരെ വേഗത്തിൽ ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ കൊണ്ടുപോകാൻ അവർ നിർബന്ധിതരാവുകയായിരുന്നു. ഈ ഒരു അപകടം നടന്ന് 3-ാമത്തെ ദിവസം കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കുകയും 4-ാമത്തെ ദിവസം അവിടെ കേന്ദ്രമന്ത്രി സന്ദർശിക്കുകയും 5-ാമത്തെ ദിവസം അവിടെ കർണാടകയുടെ ചീഫ് മിനിസ്റ്റർ തന്നെ സന്ദർശിക്കുകയും ചെയ്തു. ഈ ഒരു കാര്യം മാത്രമാണ് അവിടെ വളരെ വേഗത്തിൽ ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷനിലേക്ക് ആ ഒരു ജില്ലാ ഭരണകൂടത്തെ കൊണ്ടെത്തിച്ചതും എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മലയാളി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, മനുഷ്യജീവനുകളാണ്. ഈ ഒരു അപകടം നടന്ന് ആദ്യത്തെ മണിക്കൂറുകളിൽ തന്നെ വളരെ വലിയൊരു രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് ഇതിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ ജീവനെ വരെ രക്ഷിക്കാവുന്ന കാര്യമാണ്. പക്ഷേ അത്തരത്തിലൊരു നടപടി സ്വീകരിക്കാൻ കർണാടകത്തിലെ ഈ ഒരു അങ്കോള എന്ന് പറയുന്ന പ്രദേശത്തെ ജില്ലാ ഭരണകൂടം ശ്രമിച്ചോ എന്നുള്ളതും സംശയകരമാണ്. ഇവിടെ അർജുന് വേണ്ടി പ്രാർത്ഥിച്ചവരും അദ്ദേഹത്തിന്റെ രക്ഷപ്പെടലിനായി ശ്രമിച്ചവരും അർജുൻ ആരാണെന്ന് പോലും അറിയാത്തവരാണ്. ഒരു 30 വയസ്സുള്ള ലോറി ഡ്രൈവർ എന്നതിലുപരി യാതൊരുവിധമായ കാര്യങ്ങളും അർജുനെ പറ്റി സംസാരിച്ച മാധ്യമങ്ങൾക്കോ അതോ ഇവിടുത്തെ മനുഷ്യ സമൂഹത്തിനോ അറിയില്ല. അവരുടെ എല്ലാം മുന്നിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അർജുൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണ്. അവൻ്റെ ജീവൻ വളരെയധികം വിലപ്പെട്ടതാണ്. ഇതാണ് ആദ്യത്തെ 3 ദിവസങ്ങളിൽ കർണാടകത്തിലെ ജില്ലാ ഭരണകൂടത്തിന് അറിയാതെ പോയത്. ആദ്യത്തെ ഈ ഒരു 3 ദിവസത്തിന് ശേഷം മാധ്യമങ്ങളും മലയാളികളും ഈ ഒരു പ്രശ്നം ഏറ്റെടുത്തതോടുകൂടി വളരെ വലിയ വേഗത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം നടന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. അതിനുശേഷം ഇതിന്റെ നേതൃത്വം ആർമിയിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ടു. പക്ഷേ ഈയിടെയായി ചില മാധ്യമങ്ങളിൽ കർണാടകയുടെ ചില ഒഫീഷ്യൽസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ചില പൊളിറ്റീഷ്യന്റെ ഭാഗത്തു നിന്നും ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് കുറച്ച് കാലതാമസം ഉണ്ടാക്കിയത് മലയാളികളും അവിടേക്ക് എത്തിപ്പെട്ട സന്നദ്ധ പ്രവർത്തകരുമാണെന്ന്. ശരിക്കും അങ്ങനെ തന്നെയാണോ? ആദ്യത്തെ 3 ദിവസം കർണാടക ഉദാസീനത ഒന്നും കാണിച്ചിട്ടില്ലേ? ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കർണാടകയുടെ ആദ്യത്തെ 3 ദിവസത്തെ ഉദാസീനതയെ സംബന്ധിച്ചത് മാത്രമാണ്. അതിനുശേഷം 5-ാമത്തെ ദിവസം മുതൽ ആർമി ഇതിന്റെ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം വളരെ വേഗത്തിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് എന്ന വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. കൊങ്കൺ മേഖലയിൽ സാധാരണ മണ്ണിടിച്ചിലുണ്ടാവുന്നത് പതിവാണ്. ഇതേ രീതിയിൽ സാധാരണ പോലെ മാത്രം അവസാനിക്കേണ്ട ഒരു പ്രശ്നം ഒരു വലിയ മാധ്യമ വാർത്തയിലൂടെ പൊളിറ്റീഷ്യന്മാരുടെ അടുത്തേക്കും അവിടെ നിന്നും വലിയൊരു പൊളിറ്റിക്കൽ പ്രഷറിലേക്കും എത്തി ഈ ഒരു രക്ഷാപ്രവർത്തനം ഇത്രയും വളരെ വേഗത്തിലാക്കിയത് മലയാളികൾ മാത്രം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അത് യാതൊരു സംശയമില്ലാതെ തന്നെ പറയാം. ഈ ഒരു അപകടത്തിൽ ഏകദേശം 12 പേർ മുതൽ 14 പേർ വരെ അകപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. പക്ഷേ ഇത് സ്ഥിരീകരിച്ച കണക്കുകളല്ല. അതിന് കൃത്യമായ എവിഡൻസുകളില്ല. കാരണം ഇതൊരു വലിയ ദേശീയപാതയാണ്. ആ ഒരു കടയിൽ എത്ര പേർ വാഹനം നിർത്തി, എത്ര പേർ ആ കടയിൽ ഉണ്ടായിരുന്നു, ഇതുവരേക്കും അതിന് കൃത്യമായ ഒരു വിവരം നൽകാനായി ആ ഒരു ജില്ലാ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. ഇവിടെ അർജുന്റെ കാര്യം മാത്രം എടുത്താൽ മതി. കാരണം അർജുൻ എന്ന് പറയുന്ന ലോറി ഡ്രൈവർ വാഹനം നിർത്തി അവിടെ വിശ്രമിക്കുന്നത് ചില ആൾക്കാർ കണ്ടു. ആ ഒരു ദൃക്സാക്ഷി മൊഴിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ വാഹനത്തിന്റെ GPS സിഗ്നലിന്റെ അടിസ്ഥാനത്തിലുമാണ് അദ്ദേഹം ഈ ഒരു അപകടത്തിൽ പെട്ടു എന്ന് സ്ഥിരീകരിക്കുന്നതും ഇത്രത്തോളം മാധ്യമ ശ്രദ്ധയിലേക്ക് വരുന്നതും. പക്ഷേ ഇത്തരത്തിലൊരു ദൃക്സാക്ഷിയോ അല്ലെങ്കിൽ GPS സംവിധാനമോ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അർജുന്റെ കാര്യം എന്ന് പറയുന്നത് ഒരു മിസ്സിംഗ് കേസായി മാത്രം ചുരുങ്ങിയേനെ. ഈ ഒരു ലാൻഡ് സ്ലൈഡ് ഒരു സാധാരണ പ്രശ്നമായി തന്നെ കടന്നുപോയേനെ. ഈ ഒരു അപകടം നടന്ന് ആദ്യത്തെ 3 ദിവസത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പല മാധ്യമ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അവർ അവിടെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ അല്ല നടത്തിയിരുന്നത്. അവിടുത്തെ ടോൾ റോഡ് തുറക്കുന്നതിന്റെ ഭാഗമായി ഏതെങ്കിലും ബോഡീസ് ലഭിക്കുകയാണെങ്കിൽ അതെടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. വ്യക്തമായ ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ അഭിപ്രായം പറയുന്നത്. ഇതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ഈ ഒരു അപകടം നടന്ന് ഏകദേശം 5 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു. അതായത് ഈ ഒരു അപകടം നടന്നതിൽ നിന്നും രക്ഷപ്പെടാനായി
പുഴയുടെ മറുകരയിൽ താമസിക്കുന്ന പല ആൾക്കാരും ഓടി രക്ഷപ്പെടുന്നത്. അതിൽ അവർ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്, ലോറി നദിയിലൂടെ ഒഴുകി വരുന്നു എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു അപകടത്തിൻ്റെ ഭാഗമായി ഏകദേശം 50ഓളം ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവർ പല ആശുപത്രികളിലും ചികിത്സയും നേടിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും അവരെ നേരിട്ട് കാണാനോ എത്ര പേർ ഈ ഒരു അപകടത്തിൽ പെട്ടു എന്ന് മനസ്സിലാക്കാനോ ആദ്യത്തെ ദിവസങ്ങളിൽ, അതായത് ഗോൾഡൻ അവേഴ്സിൽ ഈ ഒരു ജില്ലാ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. ഇത് പറയാനായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അപകടം നടന്ന് 11ാം ദിവസം ഐബോർഡ് സംവിധാനത്തിലൂടെ ഈ ഒരു ട്രക്ക് ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ദൃക്സാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചില പ്രത്യേക പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തുന്നത്. അതായത് ഈ ഒരു സംഭവം അവിടെ പലരും കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ മൊഴിയിലൂടെ ഈ ഒരു തിരച്ചിലിലേക്ക് എത്താൻ വേണ്ടി വന്നത് ഏകദേശം 10 ദിവസമാണ്. സാധാരണ നമ്മളെല്ലാം കാണുന്നത് ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നു, അതോടൊപ്പം തന്നെ അവിടെ ആരെല്ലാം അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തുകയാണ്. അതുപയോഗിച്ചിട്ടായിരിക്കും പിന്നീട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. പക്ഷേ കർണാടകയിൽ നടന്ന ഈ ഒരു ലാൻഡ് സ്ലൈഡിൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആദ്യത്തെ 3 ദിവസങ്ങളിൽ ഇത് നടന്നിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. ആദ്യത്തെ 3 ദിവസത്തിന് ശേഷം 4ാമത്തെ ദിവസമാണ് അവിടെ രക്ഷാപ്രവർത്തനം ശരിയായ രീതിയിൽ ആരംഭിക്കുന്നത്. 5ാം ദിവസത്തിന് ശേഷമാണ് അവിടേക്ക് ആർമി എത്തി ഒരു നേതൃത്വം ഏറ്റെടുക്കുന്നത്. 4ഉം 5ഉം ദിവസങ്ങളിൽ റോഡിലെ തന്നെ മണ്ണിൽ അകപ്പെട്ടേക്കാം എന്ന് കരുതി അവിടം സെർച്ച് ചെയ്തതിന് ശേഷം അവിടെ ലോറി ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം കർണാടകത്തിലെ ചില അതോറിറ്റീസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ചില പൊളിറ്റീഷ്യന്മാരുടെ ഭാഗത്തു നിന്നും വരുന്ന ഒരു വാദമുണ്ട്. കേരളത്തിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ ചില മാധ്യമങ്ങളുമാണ് ഈ ഒരു 2 ദിവസത്തെ രക്ഷാപ്രവർത്തനം ഇല്ലാതാക്കിയത് എന്നാണ്. കർണാടകയായിരുന്നു ശരി. അവർ ആദ്യം മുതലേ പറയുന്നതായിരുന്നു ലോറി പുഴയിലാണ് എന്നുള്ള കാര്യം. അത് ചെയ്യാൻ അവരെ പൊളിറ്റിക്കൽ പ്രഷറിലൂടെ അനുവദിച്ചില്ല എന്നുള്ളതാണ്. ഇതിൽ ആദ്യം നോക്കേണ്ടത് എന്തുകൊണ്ട് അർജുൻ്റെ കുടുംബവും അതുപോലെ തന്നെ ലോറി ഡ്രൈവറും ഈ ഒരു മണ്ണുമാറ്റി പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടു, അതിൻ്റെ ഭാഗമായി ഒരു മീഡിയ പ്രഷർ ഉണ്ടാക്കി എന്നതിനെ കുറിച്ചാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഏകദേശം 16ാം തീയതിയാണ് ഈ ഒരു അപകടം നടക്കുന്നത്. ഈ അപകട ദിവസം തന്നെ അവിടുത്തെ അങ്കോള പോലീസ് സ്റ്റേഷനിലേക്ക് അർജുൻ്റെ കുടുംബത്തിൽ നിന്നും അതുപോലെ തന്നെ ലോറി ഉടമയുടെ ഭാഗത്ത് നിന്നും ഒരു പരാതി ചെല്ലുന്നുണ്ട്. ആ ഒരു പരാതിയെ സംബന്ധിച്ച് അന്വേഷിക്കാനോ ഇവരുടെ കുടുംബങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാനോ അവിടെ ഒരു അതോറിറ്റിയും ഇല്ലായിരുന്നു. ഈ ഒരു ലോറി ഉടമയുടെയും അതുപോലെ തന്നെ കുടുംബത്തിന് മുമ്പിലുള്ള 2 കാര്യം എന്ന് പറയുന്നത് ആദ്യത്തേത് GPS സിഗ്നൽ ആയിരുന്നു. രണ്ടാമത്തേത് എന്ന് പറയുന്നത് 19ാം തീയതി അർജുൻ്റെ മൊബൈൽ റിങ് ചെയ്തു എന്നുള്ളതായിരുന്നു. നമ്മൾ മറ്റൊരാളെ ഫോൺ ചെയ്യുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ഫുൾ റിങ് അടിച്ച് ഫോൺ കട്ടാവാറുണ്ട്. പക്ഷേ മറുതലക്കിലുള്ള ആൾക്ക് കോൾ ചെന്നിട്ടും ഉണ്ടാവില്ല. ഇത് സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു സാങ്കേതിക പ്രശ്നമാണ്. കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു ലോറി ഉടമയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ GPS-ൻ്റെ കാര്യവും അല്ലെങ്കിൽ ഫോണിൻ്റെ കാര്യവും പറയുമ്പോഴും അത് ആധികാരികമായി പരിശോധിക്കാനുള്ള പവർ കർണാടകത്തിലെ ജില്ലാ ഭരണകൂടത്തിനുണ്ട്. അത് വളരെ വേഗം തന്നെ അവർക്ക് പ്രൂവ് ചെയ്യാനും സാധിക്കുമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള നടപടിയിലേക്കൊന്നും ജില്ലാ ഭരണകൂടം പോയിട്ടില്ല. ഈ ഒരു വിവരങ്ങൾ കൈമാറുന്നതും ഒരു സാധാരണ സിവിലിയനാണ്. നമുക്കറിയാം ഒരു സാധാരണ മനുഷ്യൻ്റെയും ഒരു ഭരണകൂടത്തിൻ്റെയും പവറുകൾ എന്താണ്, അവരുടെ വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അർജുൻ്റെ കുടുംബവും ഈ ഒരു സന്നദ്ധ പ്രവർത്തകരാണോ ഈ ഒരു തെരച്ചിൽ വൈകിപ്പിച്ചത് എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനി ഇതിൽ തന്നെ 2ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ലോറി പുഴയിലാണ് എന്ന് കർണാടക ഗവൺമെൻറ് പറഞ്ഞത് സമ്മതിക്കാം. പക്ഷേ അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടത് 9ാമത്തെ ദിവസം ആർമിയുടെ റഡാർ സിസ്റ്റത്തിൻ്റെയും നേവിയുടെ സോണാർ സിസ്റ്റത്തിൻ്റെയും പരിശോധനയിലൂടെയാണ്. 5ാമത്തെ ദിവസം കർണാടകത്തിലെ അതോറിറ്റി ഈ ഒരു വാദം ഉന്നയിക്കുന്നതും യാതൊരു ആധികാരികതയും ഇല്ലാതെയാണ്. എന്തിനേറെ ഈ ഒരു പുഴയിലാണ് ഈ ഒരു വാഹനമുള്ളത്, അല്ലെങ്കിൽ ആൾക്കാരെല്ലാം പുഴയിലാണ് കിടക്കുന്നത്. അവിടെ പരിശോധന നടത്തുന്നതിന് വലിയ എക്സ്കവേറ്റേഴ്സ് ആവശ്യമായിരുന്നു. അത്തരത്തിലുള്ള ബൂം എക്സ്കവേറ്റേഴ്സ് എത്തിയത് ഏകദേശം 9ാമത്തെ ദിവസമാണ്. കർണാടകയ്ക്ക് ഇത്തരത്തിൽ ആൾക്കാരെല്ലാം ഈ ഒരു പുഴയിലാണ് ഉള്ളത് എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് 4ാമത്തെ ദിവസമോ 5ാമത്തെ ദിവസമോ ഈ ഒരു തെരച്ചിലുള്ള മെഷീനറീസ് പോലും അവിടെ എത്തിച്ചില്ല? അതും ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് 4ാമത്തെ ദിവസവും 5ാമത്തെ ദിവസവും റോഡിലെ മണ്ണുമാറ്റിയുള്ള പരിശോധന നടത്തുകയുണ്ടായി. ആ ഒരു സമയത്തും ഈ റോഡിൽ നിന്നെടുത്ത മണ്ണെല്ലാം നിക്ഷേപിച്ചത് ഈ ഒരു നദിയോട് ചേർന്നുള്ള ഈ ഒരു പ്രദേശത്ത് തന്നെയായിരുന്നു. ഈ ഒരു റിവർ ബാങ്കിലാണ് ഇത്രയും ആൾക്കാർ കുടുങ്ങിയതെങ്കിൽ എന്തിനായിരിക്കും അതിനു മുകളിലേക്ക് ഈ ഒരു മണ്ണ് മാറ്റിയിടാനായി ഈ ഒരു അതോറിറ്റി നേതൃത്വം നൽകിയത്? ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. 8ാം ദിവസം ഈ ഒരു മണ്ണ് മാറ്റിയിട്ട മൺകൂരയുടെ താഴെ നിന്നും ഒരു സ്ത്രീയുടെ മൃതദേഹവും ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഒരു ലോറി പുഴയിലാണ് എന്ന് 100% ഉറപ്പുള്ള ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെന്റിന് അവിടം സെർച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതൊന്നും ഇവിടെ കണ്ടില്ല.
ഇനി ഈ ഒരു കർണാടക ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ അനാസ്ഥ മറ്റൊന്നാണ്. അതിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് 16-ാം തീയതി ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. ഇതിനോട് ചേർന്ന് ഒഴുകിക്കൊണ്ടിരുന്ന ഗംഗാവാലി എന്ന് പറയുന്ന പുഴയുടെ വീതി 300-ൽ നിന്നും 240 കുറഞ്ഞു. അതായത് ഏകദേശം 26 അടിയാണ് ഈ ഒരു പുഴയുടെ ആഴം എന്ന് പറയുന്നത്. അത് മുഴുവൻ നിറഞ്ഞ് അവിടെ മൺകൂനകൾ രൂപപ്പെട്ടു. ആദ്യ ദിവസം തന്നെ ഈ ഒരു അപകടത്തിൻ്റെ ഭയാനകത അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു റെസ്ക്യൂ പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിന് കർണാടകയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനത്തിന് കഴിയുമായിരുന്നില്ല എന്നുള്ള കാര്യം അവർക്ക് കൃത്യമായി അറിയാം. ഏത് നിമിഷവും വീണ്ടും ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാവുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരിലേക്ക് കൈമാറാനായി ഇവർക്ക് കാലതാമസം എടുത്തു എന്ന് വേണം പറയാൻ. ഇത്തരത്തിൽ ഒരു എക്സ്പേർട്ട് സംവിധാനവും അവരുടെ ഭാഗമായുള്ള വലിയ എക്യുപ്മെൻസുകളും വന്നെങ്കിൽ മാത്രമേ ഈ ഒരു റെസ്ക്യൂ മിഷനിലൂടെ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു സംസ്ഥാനത്ത് ഒരു പ്രകൃതിക്ഷോഭമുണ്ടായി. അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിന് ഒരു കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സിസ്റ്റത്തെ വിളിക്കണമെങ്കിൽ കൃത്യമായി ഒഫീഷ്യലി ഒരു റിക്വസ്റ്റ് തന്നെ നൽകണം. ഇത്തരത്തിൽ ആർമിക്ക് ഒരു റിക്വസ്റ്റ് പോകുന്നത് 5-ാമത്തെ ദിവസമാണ്. അതിനുശേഷമാണ് ആർമി അവിടേക്കെത്തി ഈ ഒരു ദുരന്ത നിവാരണം ഏകോപിപ്പിക്കുന്നത്. ഈ ഒരു രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരിക്കുമെന്ന് അവിടുത്തെ നേതൃത്വത്തിന് കൃത്യമായി തന്നെ അറിയാമായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഈ ഒരു 5 ദിവസം താമസിച്ചു? അതും അവരുടെ ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ചയായി തന്നെ കണക്കാക്കാം. അതുപോലെ തന്നെ ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആദ്യത്തെ ദിവസങ്ങളിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത് NDRF-ഉം SDRF-ഉം നേവിയുമാണ്. പുഴയിൽ നിന്ന് 7ഓളം ആൾക്കാരെ മൃതദേഹം കണ്ടെത്തിയതും നേവിയാണ്. പക്ഷേ ആ സമയത്തും നേവിക്ക് പുഴയിൽ ആരൊക്കെ അകപ്പെട്ടിട്ടുണ്ടെന്നോ ഈ ഒരു നിർദ്ദേശങ്ങളൊന്നും നൽകിയിരുന്നില്ല ജില്ലാ ഭരണകൂടം. ഇത്തരത്തിൽ ആരൊക്കെ അവിടെ അകപ്പെട്ടിട്ടുണ്ട്, അത് എവിടെ ആയിരിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇത്തരം സംഘങ്ങളോട് കൃത്യമായി പറയേണ്ടത് അവിടുത്തെ ജില്ലാ ഭരണകൂടമായിരുന്നു. ഇതൊന്നും അവിടെ നടന്നില്ല എന്നുള്ളത് മാധ്യമ വാർത്തകളിൽ നിന്നും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു കർണാടകയിലെ ഈ ഒരു ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ഉദാസീനത ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് രക്ഷാപ്രവർത്തനത്തിൻ്റെ ആദ്യത്തെ മികച്ച 5 ദിവസങ്ങളായിരുന്നു സേവ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഒരു അങ്കോളയിലെ ലാൻഡ് സ്ലൈഡിൽ ഒരു കൃത്യമായ നേതൃത്വത്തിലുള്ള ദുരന്ത നിവാരണ പ്രവർത്തനം നടക്കുന്നത് ആർമി വന്നതിന് ശേഷം മാത്രമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും അവർ മാത്രമാണ്. എന്തുകൊണ്ട് ഇത് ആദ്യത്തെ ദിവസങ്ങളിൽ സാധിച്ചില്ല എന്ന് പറയുന്ന വലിയൊരു ചോദ്യമുണ്ട്. അതായത് ആദ്യത്തെ ദിവസം ഈ ഒരു പ്രശ്നമുണ്ടായി, ഈ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലായി. എന്തുകൊണ്ട് ഒരു ഒഫീഷ്യൽ റിക്വസ്റ്റിലൂടെ ഇത്രയും വലിയൊരു ദുരന്ത മുഖത്തേക്ക് വളരെയധികം എക്സ്പേർട്ടായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉള്ള പുതിയൊരു സംവിധാനത്തിനെ കൊണ്ടുവരാൻ അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന് സാധിച്ചില്ല? ഇനി ഇതിൽ ഏകോപനമില്ലായ്മയെക്കുറിച്ചും പറയേണ്ടതുണ്ട്. അതായത് ആദ്യത്തെ അപകടം നടന്ന ദിവസം തന്നെ അർജുനെ കാണുവാനില്ല എന്നൊരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. 3 ദിവസം അവർ കാത്തുനിന്നു. അധികാരികളുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു മറുപടി അവർക്ക് ലഭിച്ചില്ല. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു മീഡിയ പ്രഷറിലേക്കും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പ്രഷറിലേക്കും കർണാടകയിലെ ഈ ഒരു ജില്ലാ ഭരണകൂടം എത്തേണ്ടി വന്നത്. ആദ്യ സമയത്ത് തന്നെ കൃത്യമായി തിരച്ചിൽ നടത്തി ഇവരുടെ ഫാമിലിക്ക് കൃത്യമായ ഒരു മറുപടി ഈ ഒരു ജില്ലാ ഭരണകൂടത്തിന് നൽകാൻ സാധിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു മീഡിയ പ്രഷറിലേക്കും പൊളിറ്റിക്കൽ പ്രഷറിലേക്കും ഈ ഒരു പ്രശ്നം പോകുമായിരുന്നില്ല. ഇനി 4-ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതും ഈ ഒരു ജില്ലാ ഭരണകൂടം തന്നെയാണ്. അതിലൂടെ യാത്ര ചെയ്ത ചില ആൾക്കാരുടെ അഭിപ്രായ പ്രകാരം പലപ്പോഴും ഈ ഒരു മലയുടെ മണ്ണിനടിയിൽ കൂടി നിരന്തരമായി ജലം പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് നാഷണൽ ഹൈവേയുടെ ഭാഗമായി ഈ ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് കൂടുകയും ചെയ്തു. ഇത്തരത്തിൽ ഒരു ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ ആണെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കേണ്ടതും അവിടെ നിന്നും ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യുന്നതും ഈ ഒരു ജില്ലാ ഭരണകൂടത്തിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത്തരം ലാൻഡ് സ്ലൈഡിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സൂചനാ ബോർഡുകളും ഈ ഒരു റോഡിൻ്റെ ഭാഗമായില്ല. ഇനി അവിടെ യഥാർത്ഥത്തിൽ അർജുനു വേണ്ടി തന്നെയാണോ തിരച്ചിൽ നടത്തുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ അത് ആണെന്ന് തന്നെയാണ്. കാരണം എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു മീഡിയ പ്രഷർ വന്നു, അതോടൊപ്പം തന്നെ ഒരു പൊളിറ്റിക്കൽ പ്രഷറും വന്നു. ഇത്തരമൊരു പ്രശ്നം ഇന്ത്യ മുഴുവൻ അറിഞ്ഞു. ഇനിയും അർജുനെ ആ ഭാഗത്ത് നിന്നും കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ അത് കർണാടക ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയായി തന്നെ മാറും. അതുകൊണ്ട് തന്നെ മറ്റാരെ കണ്ടെത്തിയില്ലെങ്കിലും അർജുനെയും അർജുൻ്റെ ട്രക്കിനെയും കണ്ടെത്തേണ്ടത് കർണാടക ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു പ്രൈവറ്റ് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ മറുപടിയായി അർജുനെ കാണാതായത് 19-ാം തീയതിയാണ് പോലീസ് അറിഞ്ഞത് എന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ 16-ാം തീയതി തന്നെ അർജുൻ്റെ കുടുംബവും ഈ ഒരു ലോറി ഉടമയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കൃത്യമായി ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ അവർ മറച്ചു വയ്ക്കുകയാണ് ചെയ്തത്.
അതോടൊപ്പം തന്നെ ഈ ഒരു രക്ഷാ ദൗത്യം വൈകിപ്പിച്ചതിന് കാരണം മലയാളി സന്നദ്ധ പ്രവർത്തകരാണ് എന്നൊരു വാദവും കർണാടക മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കർണാടകയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച അവർക്ക് മറച്ചു വയ്ക്കണം. അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനത്തിലേക്ക് അവർ എത്തുന്നത്. നമ്മുടെ ലോകത്ത് നിരവധിയായിട്ടുള്ള മിറാക്കിളുകൾ സംഭവിക്കാറുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും മിറാക്കിൾ സംഭവിച്ച് അർജുൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പ്രത്യാശിക്കാം. അതുവരേക്കും ഗുഡ് ബൈ, താങ്ക് യു ഓൾ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക.